ഒരിക്കലും പരസ്പരം അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ദിലീപ് ആലോചനയുമായി അച്ഛനെ കാണാൻ എത്തുമ്പോഴേക്കും നമ്മുടെ ബന്ധം ഉറച്ചു കഴിഞ്ഞിരുന്നു. പ്രസാദേട്ടനത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സത്യം ഇതാണ്. പക്ഷെ പിന്നീട് ഒരിക്കലും ആ പഴയ കോളേജ് സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഒരൊറ്റ പുരുഷൻ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ, പ്രസാദേട്ടൻ. ഒരു നല്ല ഭാര്യയായിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എവിടെയോ ചുവട് പിഴച്ചുപോയി, തോറ്റുപോയി ഞാൻ. കഥ എഴുതിയ കുറെ കടലാസുകളല്ല ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. പിന്നെ ഞാൻ തോറ്റുപോയെടുത്ത് മറ്റൊരുവൾ വിജയിക്കുന്നത് ഞാൻ കണ്ടു. കഥ എഴുതാൻ അറിയില്ല, സ്വപ്നജീവിയല്ല. പക്ഷെ അവൾക്ക് എന്നേക്കാൾ ജീവിതത്തിന്റെ പാഠങ്ങൾ അറിയാമായിരുന്നു. പ്രസാദേട്ടനും അങ്ങനെ ഒരുവളെ ആയിരുന്നിരിക്കും എന്നെ പ്രതീക്ഷിച്ചത്. ഞാൻ തോറ്റല്ലോ. പകരം പ്രസാദേട്ടന്റെ മോഹം പോലെ അവള് കയറി വന്നു. ആദ്യമായി അതറിഞ്ഞപ്പോ ശരിയാ പ്രസാദേട്ട, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭ്രാന്ത് പിടിക്കാൻ തോന്നി. അവളാവട്ടെ എന്റെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. എന്റെ സംശയങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. വെറുതെയാ. നീരസം തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒരിത്തിരി നിമിഷങ്ങൾ കൂടി. പെട്ടെന്ന് തീരുമെന്ന് കരുതിയാ ഞാൻ സമ്മതിച്ചത്. ഇത് വല്ലാതെ നീണ്ടുപോകുന്നു. അതും പഴയ കാര്യങ്ങൾ. പഴയതിൽ നിന്നല്ലേ പ്രസാദേട്ട പുതിയതിലേക്ക് വരുന്നത്? പഴയത് അവസാനിച്ചോളും. കുറച്ച് ക്ഷമിച്ചാൽ മതി. ഏത് രഹസ്യവും ഒരുപാട് നാൾ ഒളിച്ച് താമസിക്കില്ല. ഒടുവിൽ അവൾക്ക് സത്യം പറയേണ്ടി വന്നു പ്രസാദേട്ട. അതോടെ എൻ്റെ മനസ്സിന് എന്തൊരാശ്വാസമായെന്നറിയോ? ഇപ്പം എവിടെയും ഒരു കരടുമില്ല. എല്ലാം വളരെ വ്യക്തം. ആഗ്രഹിച്ചത് കിട്ടാതെ ആഗ്രഹിക്കാത്തതിൻ്റെ കൂടെയുള്ള ജീവിതം ശരിക്കും നരകശിക്ഷയാണ്. പ്രസാദേട്ടൻ കുറെ നാളുകളായി ആ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അല്ലേ? കാരണം ഞാനാണ്, ഞാൻ മാത്രം. അതുകൊണ്ട് പ്രസാദേട്ടനെ മോചിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. വക്കീലും കോടതിയൊക്കെ പിന്നാലെ വന്നോട്ടെ. എപ്പോഴെങ്കിലും നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വെറും ഫോർമാലിറ്റീസ്. ശരിയായ ഡിവോഴ്സ് നടക്കുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിലല്ലേ? അതെന്നേ നടന്നു കഴിഞ്ഞു അല്ലേ? യമുനയ്ക്ക് പ്രസാദേട്ടനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. വിവാഹത്തിനുള്ള തടസ്സം ഞാൻ മാത്രം. അതൊരു വലിയ തടസ്സമൊന്നും അല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അവൾക്ക് പക്ഷേ ധൈര്യം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട് അവൾക്ക് ധൈര്യം വരാത്തേന്ന്. താലിമാലയ്ക്ക് വലിയ അർത്ഥമാണല്ലോ നമ്മുടെ സമൂഹം കൽപ്പിച്ചിരിക്കുന്നത്. എന്ത് സമൂഹം? വ്യക്തിയുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തിനെ എന്തിനു പേടിക്കണം അല്ലേ? സമൂഹം നിങ്ങളെ മനസ്സിലാക്കില്ല, കുറ്റപ്പെടുത്തുകയും ചെയ്യും. സാരമില്ല, ഈ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ രണ്ടുപേരെയും. പ്രസാദേട്ടൻ ധീരമായി യമുനെ സ്വീകരിക്കണം. മദ്യപാനം നിർത്തണം. നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കുകയും വേണം. ഈ പറഞ്ഞതൊക്കെ പ്രസാദേട്ടന് നിഷ്പ്രയാസം സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ ഒരു തടസ്സം, ഇത് ഞാൻ ഒഴിവാക്കുന്നു. കണ്ടില്ലേ, ഒരു ബന്ധം അഴിഞ്ഞു വരാൻ വെറും 1 സെക്കൻഡ്. ദാ പ്രസാദേട്ടാ, വാങ്ങൂ. എന്നിട്ട് ഇത് യമുനയുടെ കഴുത്തിൽ ചേർത്തണം. അവൾക്ക് അവകാശപ്പെട്ടതായത് എന്റെ കഴുത്തിൽ എങ്ങനെയും
വഴിതെറ്റി വീണു പോയത്. ഇത് വാങ്ങൂ. വേണ്ട. അതെന്താ? ഒരു താലിമാല പണിയിക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കിപ്പോഴുണ്ട്. ശരി, പ്രസാദേട്ടൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ ഇനി ഇതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാനത് തിരിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. എൻ്റെ മനസ്സും ശരീരവും ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഉടമസ്ഥനെ തന്നെ ഏൽപ്പിക്കുന്നതാണ് ഭംഗി. പ്രസാദേട്ടൻ ഇത് കയ്യിൽ വാങ്ങാത്ത നിലയ്ക്ക്. സുമിത്രേ, ഒടുവിൽ ആ വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. എത്രയും നാളുകൾക്ക് ശേഷം. സന്തോഷായി. അങ്ങനെ എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു പ്രസാദേട്ടൻ. ഈ നിമിഷം മുതൽ പ്രസാദേട്ടൻ സ്വതന്ത്രനാണ്. ഇത്രയും നാൾ വേദനിപ്പിച്ചതിനും ശ്വാസം മുട്ടിച്ചതിനും മാപ്പ്.
ചേച്ചി പോവാണടാ. ഇനി ഒരിക്കലും ഈ ചേച്ചി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ചേച്ചി 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 എന്തു പറ്റി? അച്ഛാ അച്ഛാ ഒന്ന് വന്നേ. ഭാഗ്യലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, അച്ഛാ ഒന്ന് വന്നേ. ചേച്ചി ചേച്ചി എന്താടാ എന്താടാ? അയ്യോ, മോളെ, മോളെ, സുമിത്രേ. സുമിത്രേ, എന്റെ ഈശ്വരാ, മോളെ, എന്ത് മോളെ. പറ്റി എന്റെ കുട്ടിക്ക്? എടീ, മോളെ, ശങ്കരേട്ടാ. സുമിത്രേ, മോളെ, മോളെ. വേണ്ട, എന്റെ ചേച്ചി തൊടരുത്. നീ ഒരുത്തി കാരണ. സംസാരിച്ച് നേരങ്ങളെ കേരള. ചേച്ചി പലതവണ എന്നെ തോപ്പിച്ചു. ഇപ്പോഴും ഇത് പക്ഷെ കൂടുതൽ ബുദ്ധിപൂർവമായി. എല്ലാവരുടെ അനുകമ്പ കിട്ടിയല്ലോ. എല്ലാവരുടെ ശാപം യമുനയ്ക്കിരിക്കട്ടെ. നന്ദി, വളരെ നന്ദി.